സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടു. അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് ത്തിനകത്ത് ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല, ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്ന് ഒക്കെ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും പിണറായി വിജയൻ പറഞ്ഞതൊരു നഗ്നമായ സത്യമാണ്. നമ്മൾ ഇവരൊക്കെ പറയുന്നത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ പറയുന്ന അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ബിനോയ് വിശ്വം പറഞ്ഞു. പിണറായി വിജയനും വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയും പിണറായി വിജയനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്, ഒരു ഇടനിലക്കാരനാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് കാരണമാണ് വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനും മോനും കൂട്ടൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി. പാർട്ടിയുടെ പേരെന്തോന്ന് പോലും നമുക്ക് മറന്നുപോയി. ഇപ്പോൾ അതിനൊരു പ്രസക്തിയില്ല, BDGS ഒന്നും വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അവർ പോയി ഈ വെള്ളാപ്പള്ളിയെപ്പറ്റി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് തന്നെ കേരള തൊഗാഡിയോ എന്നൊക്കെ പറഞ്ഞ ഒരു ഘട്ടമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഈ പിണറായി വിജയനെ BJPയുമായിട്ട് അടുപ്പിച്ച് പിണറായി വിജയൻ്റെ കേസുകളുമൊക്കെ ഒരുമാതിരിയൊക്കെ ആക്കുന്ന ഒരു കണ്ണി, ഒരു ചങ്ങല ചെറിയ ഒരു കണ്ണി ഈ വെള്ളാപ്പള്ളിയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയന് വെള്ളാപ്പള്ളിയെ തള്ളി പറയാത്തത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെള്ളാപ്പള്ളിയെ പിണറായി വിജയന് തള്ളി പറയത്തില്ല. പുള്ളിക്കാരന് ഈ ബിനോയ് വിശ്വത്തിനെ വേണമെങ്കിൽ തള്ളിപ്പറയും, കൂടെ നിൽക്കുന്ന മറ്റുള്ള എല്ലാ പാർട്ടിക്കാരും തള്ളിപ്പറയും. പക്ഷേ ഈ വെള്ളാപ്പള്ളിയെ ഒരിക്കലും തള്ളിപ്പറയത്തില്ല. കാര്യം വെള്ളാപ്പള്ളിയാണ് കേന്ദ്ര ഗവൺമെൻറ് BJPയുമായിട്ട് ഈ പിണറായി വിജയനുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൻ്റെ ഒരു ഇടനിലക്കാരൻ. അത് കാരണം വെള്ളാപ്പള്ളിയെ ഒരിക്കലും പിണറായി വിജയൻ തള്ളിപ്പറയത്തില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് വ്യക്തമായി കഴിഞ്ഞു. പിന്നെ പുള്ളിക്ക് പണ്ട് കോഹ്ലി ബി സഖ്യോ ഇതൊക്കെ പറയും. അപ്പോൾ പണ്ടൊക്കെ ഇവരൊക്കെ പറയുമായിരുന്നു, ഈ ആദ്യമായിട്ട് ഈ BJPയുടെയും RSSൻ്റെയും ഒക്കെ വോട്ട് കിട്ടി ജയിച്ച ഒരു MLA അന്ന് പിണറായി വിജയൻ ആദ്യമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അങ്ങനെ കിട്ടിയ ഒരു വ്യക്തിയായി ഇപ്പോൾ ഇവരെയൊക്കെ കുറ്റം പറയുന്നത്. ഓക്കെ, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.